ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ത്തിലെ ബാൽ മഹാഭാരത് എന്ന പാഠ്യപുസ്തകത്തിലെ ആദ്യത്തെ അധ്യായം, അതായത് മഹാഭാരത് കി കഥ എന്ന ഇൻട്രൊഡക്ഷൻ, അതാണ് നൽകാൻ പോകുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളും കൂടെ തന്നെ വായിക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. മഹാഭാരത് കഥ. महाभारत की कथा महर्षि पराशर के कीर्तिमान पुत्र वेदव्यास की देन है. അപ്പോൾ ഈ മഹാഭാരത കഥ മഹർഷി പരാശർ മഹർഷിയുടെ കീർത്തിമാൻ പുത്ര, അതായത് യശസ്വിയായിട്ടുള്ള പുത്രനായിരുന്നു വേദവ്യാസ്. അപ്പോൾ വേദവ്യാസ് എഴുതിയതാണ് ഈ മഹാഭാരത്. അദ്ദേഹത്തിൻ്റെ ഒരു ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ व्यास जी ने महाभारत की यह कथा सबसे पहले अपने पुत्र शुकदेव को कंठस्थ कराई थी और बाद में अपने दूसरे शिष्यों को. അപ്പോൾ ആദ്യം അദ്ദേഹം വേദവ്യാസ് ഈ മഹാഭാരത് കഥ എഴുതിയതിന് ശേഷം അദ്ദേഹം എന്താണ് ചെയ്തത്? തൻ്റെ പുത്രനായ ശുക്ദേവിനെയാണ് അത് വായിച്ച് കേൾപ്പിച്ചതും പിന്നെ ഹൃദ്യസ്ഥമാക്കിച്ചതും. അപ്പോൾ കണ്ഠസ്ഥ എന്ന ഹൃദ്യസ്ഥമാക്കുക. और बाद में अपने दूसरे शिष्यों को, അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മറ്റ് ശിഷ്യന്മാർക്കും ഇത് വായിച്ച് കേൾപ്പിച്ചിരുന്നു. मानव जाति में महाभारत की कथा का प्रसार महर्षि वैशंपायन के द्वारा हुआ. അപ്പോൾ മാനവ ജാതി, മനുഷ്യരാശിക്കിടയിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ ഈ മഹാഭാരത കഥ ആരാണ് പ്രചരിപ്പിച്ചത്? മഹർഷി വൈശംപായൻ കെ ദ്വാര. അപ്പോൾ വൈശംപായൻ വ്യാസ് ജി കെ പ്രമുഖ ശിഷ്യ थे. വൈശംപായൻ എന്നത് ആള് മഹർഷി വ്യാസ് ജിയുടെ പ്രമുഖ ശിഷ്യനായിരുന്നു വൈശംപായൻ. ऐसा माना जाता है कि महाराजा परीक्षित के पुत्र जन्मेजय ने एक बड़ा यज्ञ किया. इस महायज्ञ में सुप्रसिद्ध पौराणिक सूत जी भी मौजूद थे. അപ്പോൾ ഒരു പരീക്ഷിത് മഹാരാജാവിൻ്റെ പുത്രനായ ജന്മേജയ് വലിയൊരു യാഗം അവിടെ നടത്തിയിരുന്നു. അപ്പോൾ ആ മഹായാഗത്തിൽ സുപ്രസിദ്ധ പൗരാണിക് സൂത്ത് അവിടെ ഉണ്ടായിരുന്നു, അവിടെ പ്രസൻ്റ് ആയിരുന്നു. മൗജൂദ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രസൻ്റ് ആയിരുന്നു. सूत जी ने समस्त ऋषियों की एक सभा बुलाई. महर्षि शौनक इस सभा के अध्यक्ष हुए. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? പൗരാണിക് സൂത്ത് എന്താണ് ചെയ്തത്? അദ്ദേഹം സമസ്ത എല്ലാ ഋഷിമാരെയും അവിടെ ഒരുമിപ്പിച്ചു. അതായത് അവിടെ ഒരു മീറ്റിംഗ് എന്ന പോലെ, അതായത് ഒരു അസംബ്ലി അവിടെ നടത്തി. മഹർഷി ശൗനക് ഈ സഭയ്ക്ക് അധ്യക്ഷ ഹുയി. അപ്പോൾ ഈ സഭയുടെ അധ്യക്ഷനായത് മഹർഷി ശൗനക്കായിരുന്നു. सूत जी ने ऋषियों की सभा में महाभारत की कथा प्रारंभ की कि महाराजा शांतनु के बाद उनके पुत्र चित्रांगद हस्तिनापुर की गद्दी पर बैठे. അപ്പോൾ സൂത് ജി എന്താണ് ചെയ്തത്? ഋഷിയോं की सभा में, ഋഷിമാരുടെ എല്ലാവരും അവിടെ ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവരുടെ മുന്നിൽ മഹാഭാരത കഥ ആരംഭിച്ചു. പ്രാരംഭിക്കി कि महाराजा शांतनु के बाद, അതിലെന്താണ്? മഹാരാജ ശാന്തനുവിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ ചിത്രാംഗദ് ഹസ്തിനാപുർ കി ഗദ്ദി പർ ബാഠെ. അപ്പോൾ ഹസ്തിനാപുരിലെ രാജസിംഹാസനത്തിൽ ഇരുന്നത് ആരാണ്? ശാന്തനു മഹാരാജാവിൻ്റെ പുത്രനായ ചിത്രാംഗദ്. उनके अकाल मृत्यु हो जाने पर उनके भाई വിചിത്രവീര്യ രാജാ हुए. അപ്പോൾ ചിത്രാംഗദിൻ്റെ അകാല മൃത്യുവിന് ശേഷം വിചിത്രവീര്യ രാജാബനി, അതായത് വിചിത്രവീര്യ ചിത്രാംഗദ് മഹാരാജാവിൻ്റെ അനുജനായിരുന്നു. അപ്പോൾ അദ്ദേഹം രാജാവായി മാറുന്നു, വിചിത്രവീര്യ. അപ്പോൾ വിചിത്രവീര്യ उनके 2 पुत्र हुए, धृतराष्ट्र और पांडु. बड़े बेटे धृतराष्ट्र जन्म से ही अंधे थे, इसलिए उस समय की नीति के अनुसार पांडु को गद्दी पर बैठाया गया. അപ്പോൾ അവിടെ വിചിത്രവീര്യ രാജാവിന് 2 പുത്രന്മാർ ജനിച്ചു, അതായത് ധൃതരാഷ്ട്രം പാണ്ഡു. അപ്പോൾ അതിൽ ധൃതരാഷ്ട്ര മൂത്ത മകനായിരുന്നു. ധൃതരാഷ്ട്രൻ അദ്ദേഹം അന്ധനായിരുന്നു. ഇസിലിയെ ഉസ് സമയക്ക് നീതിക്ക് അനുസാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലത്തെ ആ നീതിക്കനുസരിച്ചിട്ട് അവിടെ എന്തായിരുന്നു? അനുസാർ പാണ്ഡുക്കോ ഗദ്ദി പർ ബെഠായ. ധൃതരാഷ്ട്ര അന്ധനായത് കാരണം അദ്ദേഹത്തിന് മഹാരാജാവിൻ്റെ പദവി നൽകിയില്ല. അതിന് പകരം പാണ്ഡുവിനാണ് രാജസിംഹാസനം നൽകിയത്. पांडु ने कई वर्षों तक राज्य किया. उनकी 2 റാണിയാ थी कुंती और माद्री. അപ്പോൾ പാണ്ഡു കുറേ വർഷം രാജ്യം ഭരിച്ചു. ഉൻകി 2 റാണിയാം, അദ്ദേഹത്തിൻ്റെ 2 റാണിമാരുണ്ടായിരുന്നു, കുന്തി എന്നും
माद्री എന്നും. कुछ समय राज्य करने के बाद पांडु अपने किसी अपराध के प्रायश्चित के लिए तपस्या करने जंगल में गए. അപ്പോൾ കുറച്ച് കാലങ്ങൾ രാജ്യം ഭരിച്ചതിന് ശേഷം പാണ്ഡു തൻ്റെ ഏതോ ഒരു അപരാധം അതിന് അദ്ദേഹത്തിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രായശ്ചിത് കർണേക്ക് ലിയേ തപസ്യ കർണേ, അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് അത് എന്താണ് ഒരു തെറ്റ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം അത് പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് കാട്ടിലോട്ട് പോവുകയും അങ്ങനെ തപസ്സിരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഉനക്കി ദോനോ റാണിയാം ഭി ഉൻകെ സാത്ത് ഹി ഗയി. അപ്പോൾ 2 റാണിമാരും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കാട്ടിലോട്ട് പോകുന്നു. അപ്പോൾ വനവാസ് കെ സമയ കുന്തി ഓർ മാദ്രി ने 5 പാണ്ഡവോं को जन्म दिया. അപ്പോൾ വനവാസ സമയത്ത് കുന്തിയും മാദ്രിയും 5 പാണ്ഡവന്മാരെ, അതായത് പാണ്ഡു കെ പുത്ര പാണ്ഡവ്, അപ്പോൾ 5 പാണ്ഡവും അതായത് 5 പുത്രന്മാരെ ജന്മം നൽകുന്നു, അതായത് കുന്തിയും മാദ്രിയും. കുച്ച് സമയ ബാദ് പാണ്ഡു കി മൃത്യു ഹോ ഗയി. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം പാണ്ഡു മരണമടയുന്നു. പാഞ്ചോം അനാഥ ബച്ചോं का वन के ഋഷി മുനിയും ने പാലൻ പോഷൺ കിയ ഓർ പഠായ ലിഖായ. അപ്പോൾ ഈ അനാഥരായിട്ടുള്ള ഈ പാണ്ഡവന്മാരെ, അതായത് 5 പാണ്ഡു പുത്രന്മാരെയും ഋഷിമുനിമാരാണ് വളർത്തി വലുതാക്കിയതും പിന്നെ അവർക്ക് വിദ്യാഭ്യാസമൊക്കെ നൽകിയതും. जब युधिष्ठिर 16 वर्ष के हुए तो ऋषियों ने 5 कुमारों को हस्तिनापुर ले जाकर पितामह भीष्म को सौंप दिया. അപ്പോൾ ഈ യുധിഷ്ഠിർ, അതായത് പാണ്ഡുവിൻ്റെ മൂത്ത മകനാണ്. ഈ 5 പുത്രന്മാരിൽ മൂത്ത മകനായിരുന്നു युधिष्ठिर. 16 വയസ്സായപ്പോഴേക്കും ഋഷിയോംനെ 5 കുമാരോं ഈ 5 പുത്രന്മാരെയും ഹസ്തിനാപുർ ले जाकर पितामह भीष्म को सौंप दिया. ഈ 5 പാണ്ഡുപുത്രന്മാരെയും ഹസ്തിനാപുരിൽ കൊണ്ടുപോയി അവരെ ഏൽപ്പിക്കുന്നു. അതായത് പിതാമഹ ഭീഷ്മക്കോ, ഭീഷ്മ അത് അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ് പിതാമഹ. 5 പാണ്ഡവ് ബുദ്ധി സെ തേസ് ഓർ ശരീർ സെ ബലി ഥേ. 5 പാണ്ഡവന്മാരും ബുദ്ധി കൊണ്ട് വളരെയധികം ഷാർപ്പും പിന്നെ ശരീരം കൊണ്ട് അവർ ശക്തിശാലിയായിരുന്നു, നല്ല ബലവാന്മാരായിരുന്നു. ഉൻകി പ്രഖർ ബുദ്ധി ഓർ മധുർ സ്വഭാവനെ സബ്കോ മോലിയാ ഥാ. അപ്പോൾ എല്ലാവർക്കും അവരോട് വളരെയധികം ഇഷ്ടമായിരുന്നു. കാരണം അവർ നല്ല ബുദ്ധി കൊണ്ടാണെങ്കിലും അവർ പ്രഖർ ബുദ്ധി, അവരുടെ ആ ഷാർപ്പ് ആയിട്ടുള്ള ആ ബുദ്ധിയും പിന്നെന്താണ് മധുർ സ്വഭാവം, നല്ല സൗമ്യമായ അവരുടെ ആ സ്വഭാവവും എല്ലാം കണ്ടിട്ട് എല്ലാവരും അവരിൽ മോഹിതരായിരുന്നു. അതായത് എല്ലാവർക്കും അവരോട് വളരെയധികം സ്നേഹമായിരുന്നു. അപ്പോൾ ये देखकर धृतराष्ट्र के पुत्र कौरव उनसे जलने लगे और उन्होंने पांडवों को तरह तरह से कष्ट पहुंचाना शुरू किया. അപ്പോൾ അവർ ഈ 5 പാണ്ഡവന്മാരും എവിടെയാണ് എത്തിയിരുന്നത്? ഹസ്തിനാപുരിൽ എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ പാണ്ഡുവിൻ്റെ എന്താണ് ജ്യേഷ്ഠൻ ധൃതരാഷ്ട്രൻ ഉണ്ടായിരുന്നു. ധൃതരാഷ്ട്രയുടെ മക്കൾ, അതായത് കൗരവർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൗരവർക്ക് ഇവരോട്, അതായത് പാണ്ഡുപുത്രന്മാരോട് വളരെയധികം എന്താണ് ജലസ് അവർ ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം എല്ലാവരും അവരെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആ സ്വഭാവം കൊണ്ടും അവരുടെ ആ ബുദ്ധിശക്തി കാരണം എല്ലാവരും അവരെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് ഈ കൗരവന്മാർക്ക് മനസ്സിലിങ്ങനെ അതായത് ജലസ് ഫീൽ ചെയ്യാൻ അവർ തുടങ്ങി. അത് കാരണം കൊണ്ട് അവരെന്താണ് ചെയ്തത്? उन्होंने പാണ്ഡവോं को तरह तरह से कष्ट पहुंचाना शुरू किया. അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാൻ, വളരെയധികം എന്താണ് അവരെ വിഷമിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. दिन पर दिन കൗരവോं और പാണ്ഡവോं के बीच വൈരഭാവ് बढ़ता गया. ഓരോ ദിവസം കഴിയുന്തോറും ഈ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ഇടയിലുള്ള ആ വൈരഭാവം, അതായത് ശത്രുത ഇങ്ങനെ കൂടിക്കൊണ്ടുവന്നു. अंत में पितामह भीष्म ने दोनों को किसी तरह समझाया और उनके बीच संधि कराई. അപ്പോൾ പിതാമഹ ഭീഷ്മ അവസാനം എന്താണ് ചെയ്തത്? അവരെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി അവർ തമ്മിലുള്ള അവർ പറഞ്ഞ് മനസ്സിലാക്കി അവർ തമ്മിൽ ഒരു ചട്ടം ഉണ്ടാക്കി. ഭീഷ്മയ്ക്ക് ആദേശാനുസാർ കുരു രാജ്യക്ക് 2 ഹിസ്സേ കിയേ. അപ്പോൾ അദ്ദേഹം ആജ്ഞാപിച്ചതിനനുസരിച്ച്, അതായത് ഭീഷ്മ പിതാമഹ ആജ്ഞാപിച്ചതിനനുസരിച്ചിട്ട് കുരു രാജ്യത്തിൻ്റെ 2 ഭാഗങ്ങളായിട്ട് വിഭജിച്ചു. कौरव हस्तिनापुर में ही राज करते रहे और पांडवों को एक अलग राज्य दे दिया गया. അപ്പോൾ എന്താണ് ചെയ്തത്? ഹസ്തിനാപുരത്തിൽ കൗരവർ തന്നെ ഭരിച്ചു. പിന്നെ പാണ്ഡവന്മാർക്ക് एक अलग राज्य, ഒരു വേറെ തന്നെ ഒരു രാജ്യം നൽകപ്പെട്ടു. जो आगे चलकर इंद्रप्रस्थ के नाम से मशहूर हुआ. അപ്പോൾ ആ പാണ്ഡവന്മാരുടെ ആ രാജ്യം പിന്നീട് ഇന്ദ്രപ്രസ്ഥ എന്ന പേരിൽ അറിയപ്പെട്ടു.
ഇസ് പ്രകാർ കുച്ച് ദിൻ ശാന്തി രഹി. അങ്ങനെ അവർ തമ്മിലുള്ള എന്താണ് വഴക്ക് കുറച്ച് കാലത്തേക്ക് ഇല്ലാതെയായി. ഉൻ ദിനോം രാജ ലോഗോ മേ ചൗസർ ഖേൽനെ കാ ആം റിവാജ് ത. അതായത് ആ കാലത്ത് പണ്ട് കാലത്ത് ഈ രാജാക്കന്മാരുടെ ഇടയിൽ ഈ ഒരു കളി, അതായത് ലൂഡോവിനെ പോലെ ഇങ്ങനെ ഡൈസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കളിയായിരുന്നു. ഖേൽനേക്ക ആം റിവാജ്. അവർ രാജാക്കന്മാർ സാധാരണ കളിക്കുന്ന ഒരു കസ്റ്റം എന്ന രീതിയിൽ, റിവാജ് എന്ന് പറഞ്ഞാൽ കസ്റ്റം, സാധാരണ അവരുടെ ഇടയിലുള്ള ഒരു കസ്റ്റം എന്ന രീതിയിൽ കളിക്കുന്ന കളിയായിരുന്നു ഈ ചോസർ. രാജ്യത്തൊക്കെ ബാജിയാം ലഗാതി ജാതി തീ. അപ്പോൾ ഈവൻ രാജ്യം വരെ അവർ ഇങ്ങനെ ബെറ്റ് വയ്ക്കുമായിരുന്നു ആ കളിയിൽ. അപ്പോൾ ഈ റിവാജ് കെ മുതാബിക് ഏക് ബാർ പാണ്ഡവും ഓർ കൗരവും നേ ചോപ്പട്ട് കേല. അപ്പോൾ ആ കസ്റ്റം അനുസരിച്ചിട്ട് ബാക്കി രാജാക്കന്മാരുടെ പോലെ ഈ കൗരവന്മാരും പാണ്ഡവന്മാരും ഈ കളിയിൽ ഏർപ്പെട്ടു. ഇങ്ങനെ മുത്താബിക് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട്, അതായത് ആ കസ്റ്റം സാധാരണയായിട്ട് നടന്നു വരുന്ന ആ കസ്റ്റം അങ്ങനെ ആയത് കാരണം അവർ അതിനനുസരിച്ചിട്ട് ഈ കളിയിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത്. കൗരവോं की तरफ से കുട്ടിൽ ശകുനി ഖേല. അപ്പോൾ കൗരവന്മാരുടെ സൈഡിൽ നിന്നും കുട്ടിൽ ശകുനിയെ കുട്ടിൽ എന്ന് പറയാൻ കാരണം വളരെയധികം എന്താണ് ക്രുക്കഡായിരുന്നു ശകുനി. അവരുടെ അമ്മാവനായിരുന്നു, കൗരവന്മാരുടെ അമ്മാവനായിരുന്നു ശകുനി. അദ്ദേഹം എന്താണ് വളരെ ക്രുക്കഡായിരുന്നു ശകുനി. അപ്പോൾ ഉസ്നെ യുധിഷ്ഠിർക്കു ഹരാ ദിയ. അപ്പോൾ ഈ ശകുനി ഈ കളിയിൽ വളരെയധികം എന്താണ് എക്സ്പേർട്ടായിരുന്നു. അപ്പോൾ യുധിഷ്ഠിരനെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ കളിയിൽ. इसके फलस्वरूप पांडवों का राज्य छिन गया और उनको 13 वर्ष का वनवास भोगना पड़ा. അപ്പോൾ ഈ കളിയിൽ തോറ്റത് കാരണം ഈ രാജ്യം വരെ അവർ ബെറ്റ് വെക്കുകയാണ് ചെയ്യുക ഈ കളിയിൽ, ഈ ചോസർ എന്ന കളിയിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ എന്താണ് ഫൽസ്വരൂപ്, അതിൻ്റെ എന്താണ് റിസൾട്ട് വന്നത്, പാണ്ഡവോങ്ക രാജ്യ ചിൻഗയ. അവർ തോൽക്കുകയാണ് ചെയ്തത് ഈ കളിയിൽ. അത് കാരണം അവരുടെ രാജ്യം അവർ എന്താണ് ചിൻഗയ, അതായത് അവരുടെ രാജ്യം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു. ഉൻകൊത്തേ അത് മാത്രമല്ല 13 വർഷ കാ വനവാസ് ഭോഗ്ന പട. അത് മാത്രമല്ല 13 വർഷത്തിൻ്റെ വനവാസവും അവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. അതായത് വനവാസം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ 13 വർഷം അവർ വനത്തിൽ തന്നെ താമസിച്ച് ജീവിക്കണം. उसमें एक शर्त यह भी थी कि 12 वर्ष के वनवास के बाद 1 वर्ष अज्ञातवास. അപ്പോൾ ആ ഒരു കണ്ടീഷൻ, ഷർത്ത് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ കൂടി അതിൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? कि 12 वर्ष के वनवास के बाद 12 വർഷം വനവാസം ചെയ്യുകയും വേണം. അതിൻ്റെ കൂടെ ആ ബാക്കിയുള്ള ഒരു വർഷം അവർ എന്താണ് അനോണിമസ് ആയിട്ട്, അതായത് ആരും അറിയാത്ത രീതിയിൽ, അതായത് ആരും അറിയപ്പെടരുത് അവരെവിടെയാണുള്ളത് എന്നോ ഒന്നും ആരും അറിയരുത്. അതിനെയാണ് അജ്ഞാത്വാസം എന്ന് പറയുന്നത്, അനോണിമിറ്റി. അതായത് അനോണിമസ് ആയിട്ട് അവർ ജീവിക്കണം. അതാണ് അവരുടെ ആ കണ്ടീഷൻ ഉണ്ടായിരുന്നത്. കർണാ ഹോഗ. അപ്പോൾ പറഞ്ഞു ഈ എന്താണ് അജ്ഞാത്വാസം ചെയ്യണം, അതായിരുന്നു കണ്ടീഷൻ. ഉസ്കെ ബാദ് ഉൻകാ രാജ്യ ഉൻഹെ ലോട്ടാ ദിയാ ജായേഗ. അതിന് ശേഷമാണ് അവർക്ക് അവരുടെ രാജ്യം തിരിച്ച് നൽകപ്പെടത്തുള്ളൂ. അതാണ് കണ്ടീഷൻ ആ കളിയുടെ. അപ്പോൾ द्रौपदी के साथ 5 पांडव 12 वर्ष वनवास और 1 वर्ष अज्ञातवास में बिताकर वापस लौटे, पर लालची दुर्योधन ने लिया हुआ राज्य वापस करने से इनकार कर दिया. അപ്പോൾ ദ്രൗപദിക്ക് സാത്ത്, ദ്രൗപദി ആരായിരുന്നു? ഈ പഞ്ചപാണ്ഡവന്മാരുടെ പത്നി, അതായത് വൈഫായിരുന്നു, ഭാര്യയായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ പഞ്ചപാണ്ഡവന്മാരുടെ കൂടെ ദ്രൗപദിയും പോയിരുന്നു ഈ വനവാസം ചെയ്യാനായിട്ട്. അതായത് 12 വർഷത്തെ വനവാസവും പിന്നെ 1 വർഷത്തെ അജ്ഞാത്വാസ്. അപ്പോൾ ഇതൊക്കെ അവരുടെ എന്താണ് 13 വർഷവും കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ രാജ്യം തിരിച്ചേൽപ്പിക്കണം എന്നതായിരുന്നു കണ്ടീഷൻ. പക്ഷേ എന്താണ് സംഭവിച്ചത്? അജ്ഞാത്വാസ്മി ബിത്താക്കർ വാപ്പസ് ലോട്ടി. പർ ലാൽച്ചി അതായത് വളരെ ഗ്രീഡി ആയിരുന്നു ദുര്യോധൻ കൗരവന്മാരിൽ ജ്യേഷ്ഠപുത്രനായിരുന്നു. ധൃതരാഷ്ട്രയുടെ ജ്യേഷ്ഠപുത്രനായിരുന്നു ദുര്യോധന്, അതായത് കൗരവന്മാരിൽ ഏറ്റവും വലിയ പുത്രൻ. അപ്പോൾ ലാൽച്ചി ദുര്യോധനെ ലിയാ ഹുവ രാജ്യ വാപ്പസ് കർനെ സെ ഇൻകാർ കർ ദിയ. അദ്ദേഹം എന്താണ് ദുര്യോധനൻ അത് നിരസിച്ചു, അതായത് രാജ്യം തിരിച്ച് നൽകിയില്ല. അത്തഹ പാണ്ഡവോംകോ അപ്നെ രാജ്യക്ക് ലിയെ ലഡ്നാ പട. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്? പാണ്ഡുപുത്രന്മാർക്ക് അവരുടെ രാജ്യം തിരിച്ച് കിട്ടാനായിട്ട് അവർക്ക് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു.
युद्ध में सारे कौरव मारे गए तब पांडव उस विशाल साम्राज्य के स्वामी हुए. അപ്പോൾ ആ യുദ്ധത്തിൽ മുഴുവൻ കൗരവന്മാരും വധിക്കപ്പെടുന്നു. പിന്നെ ഈ പാണ്ഡുപുത്രന്മാർ ദ പാണ്ഡവ് ഉസ് വിശാൽ സാമ്രാജ്യക്കെ സ്വാമി ഹുയെ. പിന്നെ ആ വിശാല സാമ്രാജ്യം പാണ്ഡവന്മാരുടേതായിട്ട് മാറുന്നു. इसके बाद 36 वर्ष तक पांडवों ने राज्य किया और फिर अपने पोते परीक्षित को राज्य देकर द्रौपदी के साथ तपस्या करने हिमालय चले गए. അപ്പോൾ 36 വർഷം പാണ്ഡവന്മാർ ആ രാജ്യം ഭരിക്കുകയും പിന്നെ അതിനുശേഷം അവരവരുടെ പേരക്കുട്ടി, അതായത് പോത്തെ പരീക്ഷിത് എന്നായിരുന്നു പേരക്കുട്ടിയുടെ പേര്. അപ്പോൾ ആ രാജാവിന്, പരീക്ഷിത് രാജാവിന് അത് സമർപ്പിച്ചിട്ട്, അതായത് രാജ്യദേക്കർ, ആ രാജ്യം നൽകിക്കൊണ്ട് അവർ ദ്രൗപദിയുടെ കൂടെ പാണ്ഡവന്മാർ തപസ് ചെയ്യാനായിട്ട് ഹിമാലയത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സംക്ഷേപ് മേ യഹി മഹാഭാരത് കി കഥ ഹെ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞതാണ് ഈ മഹാഭാരത കഥ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്